ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സുഖം, കുഴപ്പമൊന്നുമില്ല. നല്ല മഴയാണ് കേട്ടോ. രാവിലെയായിട്ട് തുടങ്ങിയ മഴ. രാവിലെ അല്ല, ഇന്നലെ രാത്രി ചെറുതായിട്ടുണ്ടായിന്. രാത്രി പിന്നെ ചോർന്ന്, പിന്നെ രാവിലെ അങ്ങോട്ട് പെയ്ത മഴ എപ്പന്നാരാട്ടോ ചോർന്നത്. അതുവരെ ഇങ്ങനെ നിൽക്കാതെ പെയ്യേന് കേട്ടോ. നല്ല മഴ ഇത്, നല്ല മഴയൊക്കെ. അപ്പം നിങ്ങളവിടെയൊക്കെ എങ്ങനെ മഴ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫാസ്റ്റിങ്ങിൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാണ്ടായിനി. സുഖമില്ലാതായിന്. അപ്പോൾ ടെസ്റ്റിന് എഴുതി തന്നേന് കേട്ടോ. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ തന്നെ ടെസ്റ്റ് ചെയ്യാനും വേണ്ടി പോയി. അപ്പോഴൊക്കെ നല്ല മഴ കേട്ടോ. അപ്പോൾ പോണ ഇത് ഞാൻ ഇങ്ങനെ പോണതോ അല്ല, പോന്നപ്പോൾ ഉള്ള ചെറിയൊരു ഇത് ഞാൻ വീഡിയോ എടുത്തിന്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുക്കട്ടോ. നല്ല മഴ കേട്ടോ അല്ലേ. രാവിലെ തുടങ്ങിയാണ്, ചോരാതെ പെയ്യ. ഇന്നലെ രാത്രി പെയ്ത് പിന്നെ ചോർന്ന്, ഇപ്പതാ വീണ്ടും മഴ തുടങ്ങി. അങ്ങനെ ടെസ്റ്റിനൊക്കെ കൊടുത്ത് പോന്നു കേട്ടോ. 2:30 ആവും റിസൾട്ട് കിട്ടാനാണ്. അപ്പോൾ രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കിയാരേട്ടോ ഞാൻ പോയിനത്. അങ്ങനെ ചായ കുടിച്ചാതെ പോയി. വന്നാരെ പിന്നെ ചായ കുടിച്ചതൊക്കെ. അപ്പോൾ ടെസ്റ്റൊക്കെ കൊടുത്ത് റിസൾട്ട് വാങ്ങിയില്ല കേട്ടോ. റിസൾട്ട് ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ കാണിക്കണം വിചാരിച്ചിനി. അപ്പോൾ ഇന്ന് വാങ്ങിയില്ല. ഇനിയിപ്പോൾ ഷെമി പോയിന് കേട്ടോ വാങ്ങാൻ. ഇപ്പോൾ വൈകുന്നേരമായി. 2:30 ആകുമ്പോഴത്തേന് വന്നോളിന്നാ പറഞ്ഞിനത്. വൈകുന്നേരമായി. അപ്പം ഇന്ന് ഏതായാലും ഡോക്ടർ പോയിണ്ടാവും. അപ്പം ഞാൻ നാളെ വിചാരിച്ചിട്ട് കാണിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് ഇങ്ങനെ ക്ഷീണവും കുഴക്കുക, അങ്ങനെ കിടക്കണോ എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അവിടെ കിടന്നതിൽ ഉറങ്ങിപ്പോയി. അങ്ങനെയൊക്കെ സുഖമില്ല. അപ്പോൾ ടെസ്റ്റിനൊക്കെ എഴുതി തന്ന് ബ്ലഡൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ വട്ടം ബ്ലഡ് എടുത്തല്ലേ, പിന്നെ എന്താ പേടിച്ചാനെന്ന് വിചാരിക്കും. പക്ഷേ എത്ര വട്ടം ബ്ലഡ് എടുത്തണമെങ്കിലും പിന്നെ നമുക്ക് എടുക്കുമ്പോൾ ഒരു പേടിയല്ലേ. എനിക്ക് പേടിയാട്ടോ. ഞാൻ എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചിലവർക്ക് പേടി ഉണ്ടാവില്ലേക്കാരോ. എനിക്ക് പേടി എന്നല്ല, ഒരു ഇതാണ്, ബേജാറാണ് ഇങ്ങനെ ബ്ലഡ് എടുക്കാൻ പോകുമ്പോൾ. എനിക്കങ്ങനെ ട്രിപ്പ് ഇടുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് മുന്നേ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നിക്കാണ്ട് അങ്ങനെ ഞാൻ നല്ല പനിയൊക്കെ ആയിട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റിയിട്ടിന്. അന്നാട്ടെ അല്ലാതെ എനിക്കങ്ങനെ കയറ്റിയിട്ടേ ഇല്ല. ഞാൻ പ്രസവിക്കുമ്പോൾ മാത്രമാണ് കയറ്റിയത്. പിന്നെ കയറ്റണത് എന്നിട്ട് എനിക്ക് പേടി അങ്ങനെയൊക്കെ സൂചിയൊക്കെ. എനിക്ക് അങ്ങനെ വെക്കലും ഇല്ല കേട്ടോ. അധികം ഒന്നും അങ്ങനെ വെക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഇപ്പം ഇങ്ങനെ തുടങ്ങുക ഇപ്പോൾ ഓരോന്ന്. പ്രായമൊക്കെ ആയില്ലേ, അതിൻ്റെതായിരിക്കും. പിന്നെ നല്ല മഴ കേട്ടോ. ഇപ്പം അല്ലേ വൈകുന്നേരം ആയാലേ ഒരു ചെറുതായിട്ടൊന്ന് വെയിലരച്ചിനി. ഇപ്പോൾ വീണ്ടും മൂടി നല്ല മഴ. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ് അവിടെയൊക്കെ എപ്പോഴാണല്ലോ മഴ. രാവിലെ മഴയല്ലേ ഇനി പറഞ്ഞു. ഞങ്ങൾക്ക് രാവിലെ അങ്ങോട്ട് തുടങ്ങിയ മഴ. ഇതന്നെ നമ്മളെ പ്രകൃതി തന്നെയാണ് മൊത്തത്തിൽ മാറി. ഒരു മഴക്കാലം പോലെ ഒറ്റ ദിവസം മഴ ചെയ്തപ്പോഴത്തേനും ഒരു മഴക്കാലം പോലെ അങ്ങോട്ടായി. ഇപ്പം ഇങ്ങനെ വേറൊരു അന്തരീക്ഷം. ഞങ്ങൾ പോകുമ്പോൾ എല്ലാം മഴ, പാടൊക്കെ കുറച്ചൊക്കെ വെള്ളമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ അങ്ങോട്ട് പെയ്തിട്ട്. അതേപോലെ തന്നെ വണ്ടികളൊന്നും അധികം ഇല്ല റോട്ടിൽ. നമ്മൾ ഉറങ്ങാട്ടോ. നമ്മൾ നീച്ചില്ല. പിന്നെ ഷെമി പോവുകയും ചെയ്ത്. ഞാൻ മാത്രമേ ഉള്ളൂ. ബേബിൻ്റെ ചെറുതിന് സുഖമില്ല കേട്ടോ. പനിയാണ്. ഇന്നലെ രാത്രി പെട്ടെന്ന് പനി വന്നു. അപ്പോൾ പനിയായപ്പോൾ ഇന്ന് കാണിച്ചാൻ പോയിന്. അങ്ങനെ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ ഇപ്പോൾ നീച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഷെമിയെ പേടിയാണ്ട് ഷെമിയാണ് ഇതെല്ലാവരെയും കുത്തുന്നതല്ലേ, പിന്നെ തനിക്ക് പേടിച്ചാനെന്ന് വെച്ചു. എല്ലാവരും കുത്തുന്ന പോലെയല്ലല്ലോ നമ്മളെ കഴിയുമ്പോൾ കുത്തുമ്പോൾ. അപ്പോൾ ഒരു ബേജാറല്ലേ. അങ്ങനെയൊക്കെ ബ്ലഡൊക്കെ കൊടുത്ത് പോന്നു കേട്ടോ.
ഇനി റിസൾട്ടിൽ എന്താണെന്നൊന്നും അറിയില്ല, എന്താണ് അവസ്ഥ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞേനും തോന്നുന്നു കയ്യൊക്കെ ആകെ വീങ്ങി ഇതായി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ടെസ്റ്റിന് എഴുതി തന്നതാണ്. പിന്നെ കയ്യിന് മാത്രമല്ല വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ വീങ്ങൽ വന്നപ്പം ഡോക്ടറെ കാണിച്ചതാണ്. പിന്നെ ഞാനിങ്ങനെ തടി ഇങ്ങനെ ചീർത്ത് വരും കേട്ടോ. ചില ദിവസം നല്ല ചീറ്റിക്കലായിരിക്കും, എന്നൊന്നുമില്ല. ചില ദിവസം ഒന്നും ഒരു പ്രത്യേക ചീറ്റിപ്പ, ചില ദിവസം കുഴപ്പമില്ല. അപ്പോൾ ഞാനധികം അങ്ങനെ ഫുഡൊന്നും അധികം അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഞാൻ കുറച്ചൊരു ഉച്ചക്കൊക്കെ കുറച്ച് ചോറ്, പിന്നെ രാവിലെ കുറച്ചാണ് തിന്നുക. രാത്രി ഞാൻ തീരെ തിന്നലും ഇല്ല അങ്ങനെ. പക്ഷെ എന്നെ കണ്ടാൽ നല്ല തടിയാണല്ലോ, തടിച്ചിങ്ങനെ വരിക, വെറുതെ ഇങ്ങനെ തടിച്ച് വരിക. അപ്പോൾ കൊണ്ടുപോയി കാണിച്ചത്. അപ്പം നീരിക്കെട്ടും ഇതൊക്കെ അതും ഉണ്ട് അങ്ങനെയൊക്കെ. പിന്നെ തലവേദന എനിക്ക് എന്നും ഉള്ളതാണ്, മൈഗ്രീൻ്റെ പ്രശ്നമുള്ളതിനോട് തലവേദന പിന്നെ എന്നും ഉണ്ട്. അപ്പോൾ നീരിക്കെട്ടും ഇതൊക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഏതായാലും ടെസ്റ്റിനൊക്കെ എഴുതി തന്നീന്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടില്ല, എന്താ പാടെന്നൊന്നും അറിയൂല. ഇനി കിട്ടിയിട്ട് വേണം കാണിക്കാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് തന്നെ കാണിച്ചാൽ പോകാറുണ്ട് ഷെമി 2:30 റിസൾട്ട് കിട്ടിയിട്ട് ഇന്ന് തന്നെ കാണിച്ചാൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം വീഡിയോ കാണിച്ചാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി. അപ്പം ഇന്ന് കാണിച്ചാൻ പോയില്ല. ഇനി നാളെ കാണിച്ചാൻ പോവാ വിചാരിച്ചു. നാളെ ആണെങ്കിൽ ഒരു കല്യാണമുണ്ട്. അപ്പം ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എപ്പോഴാണ് കാണിച്ചാൻ പോകണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതാ മഴയൊക്കെ പോയിക്കാണ്ട് നല്ലൊരു വെയിലിങ്ങനെ ഇറക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുത്തുന്നുണ്ട്, അങ്ങോട്ട് നോക്കായില്ല. പണ്ട് ചുമരുമണ്ടില് വെയിലിങ്ങനെ ഇറക്കുക. ഇപ്പം നല്ല രസം കേട്ടോ കാണാൻ. മൊത്തത്തിലിങ്ങനെ മാറി വേറൊരു ഇതായി. ഒറ്റ ദിവസം മഴ ചെയ്തപ്പോഴത്തേനും പ്രകൃതി ആകെ മാറി. ഇനി ഇതേപോലെ തന്നെ ഒറ്റ ദിവസം നല്ലൊരു വെയിലരച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഈ മഴ പെയ്തൊരു പരിയാറ്റേ ഉണ്ടാവില്ല, അതാകെ അങ്ങോട്ട് മാറും. ആ വെയിൽ പോയി. നല്ല എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചിന്, അത് പോയി. ഞാൻ നീച്ചപ്പോഴും ഇതേപോലെ നല്ലൊരു വെയിലുണ്ടായിട്ട് ഇങ്ങനെ വരിക പോവുക. പിന്നെ മഴ അങ്ങനെ ഊക്കിൽ പെയ്തില്ല കേട്ടോ. രാവിലെ മുതൽ ചോരാതെ പെയ്യേന്. ആയിസമോള് നീച്ചിട്ടോ, അപ്പോൾ ഞാൻ പോയതേനി. ഓളിങ്ങനെ നീച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയതേനി കേട്ടോ. ഓള് ഇതാക്കണ അവിടെ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ വന്ന് ഓള് നീച്ചപ്പം എന്നെ നിലു സിത്തു ഇവിടെ, എൻ്റെ പപ്പച്ചു ഇവിടെ എന്നൊക്കെ ചോദിക്കണേ. ഓള് നീച്ചപ്പോൾ ആരും കാണാനില്ല. നമ്മൾ രാവിലെ എങ്ങോട്ടാ പോയിനി ആയിസമോളെ? ഓളോണ്ട് ഇവിടെ നിൽക്കോ പറഞ്ഞിട്ട് ഓള് കേട്ടില്ല. ഓള് നമ്മളൊപ്പം പോകുന്നില്ല രാവിലെ. ഓളെ സൂചി വെക്കുമെന്നൊക്കെ പറഞ്ഞ്. ഓൾക്ക് പേടിയില്ല. ഓള് ഞങ്ങളപ്പോൾ പോകുന്നു. എന്നിട്ട് ഇന്നെ സൂചി വെക്കണൊക്കെ നോക്കിയെന്നോള്. അങ്ങനെ അപ്പോൾ ഓള് ഇതാ നീച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ മുറ്റത്ത് ഇറങ്ങട്ടേന്ന്. മുറ്റത്ത് നിറച്ച് ചളിയാ, മഴ പെയ്തിട്ട് നല്ലോണം ചളി അയക്കുന്നുണ്ട്. അവൾ ഒറ്റക്കായിട്ടേ ആരും ഇല്ലല്ലോ. അവള് നീച്ചപ്പൻ എല്ലാവരും ചോദിക്കുകയാണ്. ഇറങ്ങണ്ട കേട്ടോ, ചളിയാ, ഇറങ്ങണ്ട. മുറ്റത്ത് ഇറങ്ങാനും വേണ്ടി ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട്. അങ്ങോട്ട് കയറ്റിയൊക്കെണ്ട ചെരുപ്പ്. ആ ചെരുപ്പുമ്പത്തെ ചളിയൊക്കെ അവിടെ ആവൂലേ, അതവിടെ ആയി. സ്റ്റെപ്പുമ്മല് ഉണ്ട്. ഇത് എങ്ങോട്ടാ പോണേ ചെരുപ്പൊക്കെ ഇട്ടാണ്ട്? എങ്ങോട്ടാ പോണേ? റോട്ടുമലോ? കാട്ടിലോ? എങ്ങട്ടാ? അതന്നെ പറഞ്ഞത്, ചളി കളിച്ചൊന്ന്. ഇങ്ങോട്ട് പോര്. ഇറങ്ങിപ്പോയി. ഇറങ്ങിയിട്ടോ, ഇറങ്ങാണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓളിറങ്ങിപ്പോയി. ആ ചളിയിൽ കളിച്ചാൻ, ആ മയം കൂടി പെയ്തതിനോട് അവിടെ അങ്ങനെ നല്ല മണ്ണ് ചളി അയക്കുന്നുണ്ട്. അതിൽ കളിച്ചാൻ പോവാണ്. നീച്ചാണ്ട് ഉറങ്ങി നീച്ചൊരു ചായ വെള്ളം കുടിച്ച് വേറെ ഒന്നും തിന്നൂല. അതിലൊന്നും കളിച്ചല്ലേ, വെള്ളത്തിലൊക്കെ കളിച്ചിരുന്നോളൂ. ആ മഴ വെള്ളമാണ്. അപ്പോൾ അതിൽ നടക്കുന്നുണ്ട്. അതിലെ നായ്ക്കളിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 2 അതിലെ പോയി. ബൗ വരും കേട്ടോ. ഓക്കത്ത് ബൗ
പേടിയാണ്, എല്ലാരെയും പേടിയില്ല ഓക്ക് അല്ലേ? പേടിണ്ടോ? എന്നാ അങ്ങോട്ട് കേറിക്കോ പേടിൻ്റെ. ഇങ്ങനെ കേട്ട നമ്മളെ വിശേഷങ്ങൾ വിഗല്ലേ കുത്തിയോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവളെങ്ങനെ നോക്കണം, ഓള് അതിലും ഇതിലൊക്കെ നടക്കും. ഇനി ഒരു ചെരുപ്പ് ഊരിട്ട് വേറെ ചെരുപ്പ് ഇടാൻ പോവാണ്. ഇനി ചെരുപ്പ് മാറ്റി കളിച്ചലും ഇടലും ഊരലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. എന്നെ അകത്തേക്ക് പിടിച്ചിടും. ഇപ്പോൾ അവിടെ ചവിട്ടി ചളിയാക്കല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. വൈകുന്നേരമായി. മാറ്റോലുണ്ടായി പിന്നെ ഔത്തു നിൽക്കും. ഇതിപ്പോൾ ആരും ഇല്ലാത്തതിനോട് ഔത്തു നിൽക്കൂല അല്ലേ? നമുക്ക് തറവാട്ടിൽ പോയാലോ? ഞാനും അയച്ചമോളും തറവാട്ടിൽ പോവാണല്ലോ. ഞങ്ങൾ തറവാട്ടിൽ പോട്ടെ. ഇമ്മാൻ്റെ നാളെ ഞങ്ങൾക്ക് കല്യാണം ഉണ്ട്. ഇനി ഉമ്മൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോവാണ്. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഉമ്മാൻ്റെ സാരി ഇതൊക്കെ ഇവിടെ ഇനിട്ടോ അലമാരൊക്കെ ഒഴിച്ചപ്പോൾ അത് ഇവിടെ ഇനി. അപ്പം ഞാൻ കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഓർമ്മയില്ലേ ഇനി ഷെമിൻ്റെയിൽ കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓർമ്മയില്ലേ ഇനിട്ടോ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മൾ തറവാട്ട് പോകട്ടോ. അതിലൂടെ വരാം. ഓളെ വേക്കിൽ വരാൻ പറയാം എന്നോട്. അങ്ങനെ തിരിച്ച് പെരയിലെത്തിയിട്ട് കുറച്ച് നേരമായി. അവിടെ പോയി നല്ല പൂള പീങ്ങിയതും അതേപോലെ മത്തിക്കറിയൊക്കെ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അതൊക്കെ തിന്ന് ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ.